ഹദീസുകളിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം, വെള്ളിയാഴ്ച ഒരു ദാനം ചെയ്യണം, ധർമ്മം ചെയ്യണം, വെള്ളിയാഴ്ച ഒരു സ്വതക്ക ചെയ്യണം, അത് വളരെ വലിയ പുണ്യമുള്ളതാണ്. അസ്വദഖത്തു തുളാഅഫു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചയിലുള്ള സ്വതക്കക്ക് വർധനവ് നൽകപ്പെടും. എത്ര അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന അത്രയും ഇരട്ടി പ്രതിഫലം കൊടുക്കും. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പരിഗണിക്കണം. ആ വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും അൽ കഹ്ഫ് സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. യാസീൻ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. സൂറത്തു ദുഖാൻ പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട്. ഇതെല്ലാം ആ ദിവസങ്ങളിൽ, രാവുകളിൽ, പകലുകളിൽ സുന്നത്തായി വന്നതാണ്. അതിനു പുറമെ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അക്സിറൂ മിനസ് സ്വലാത്തി അലയ്യ കുല്ല യൗമി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ എനിക്ക് സ്വലാത്ത് അധികരിപ്പിക്കണം. ഫമൻ കാന അക്സറുഹും അലയ്യ സ്വലാ കാന അഖ്റബഹും മിന്നീ മൻസിലാ, ആരാണോ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവൻ ആഖിറത്തിൽ എന്നോടവൻ അടുത്തു നിൽക്കും, അടുത്ത സ്ഥാനം ഞാൻ അവന് കൊടുക്കും. വെള്ളിയാഴ്ച ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ, അങ്ങനെ ഒരു പതിവുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും കാണാം ഒരു 100 സ്വലാത്ത്. 100 സ്വലാത്തിന് പല പ്രത്യേകതകളും പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിലെ ആവശ്യങ്ങളും ആഖിറത്തിലെ ആവശ്യങ്ങളും അല്ലാഹു തആല വീട്ടിക്കൊടുക്കും. പരലോകത്തെ 70 ആവശ്യങ്ങൾ, ദുനിയാവിലെ 30 ആവശ്യങ്ങൾ, 100 ആവശ്യങ്ങളാണ്, ഹാജത്തുകളാണ് ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതെ, മറ്റൊരു ഹദീസിൽ 100 സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ജാഅ യൗമൽ ഖിയാമത്തി വഅലാ വജ്ഹിഹി നൂർ. ഇതൊക്കെ പ്രതീക്ഷയാണ്. വെള്ളിയാഴ്ച ഒരു 100 സ്വലാത്തും ഇല്ല. വെള്ളിയാഴ്ച ചുരുങ്ങിയ സ്വലാത്തിന്റെ എണ്ണം ഒരു 300 ആണ്. അതിലധികമായാൽ അധികം ചൊല്ലി എന്ന് പറയാം. ഇഷ്ടംപോലെ സ്വലാത്ത് ചൊല്ലണം. ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളും അതിനുവേണ്ടി സമയം കണ്ടെത്തണം. 1000 സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പുണ്യം പറഞ്ഞത് കണ്ടില്ലേ? വെള്ളിയാഴ്ച ദിവസം മൻ സ്വല്ല അലയ്യ ഫീ യൗമിൽ ജുമുഅ അൽഫ മറ, എന്റെ മേൽ വെള്ളിയാഴ്ച 1000 സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, അവൻ മരിക്കുകയില്ല, സ്വർഗത്തിൽ നിന്ന് അവന്റെ ഇരിപ്പിടം കാണുന്നത് വരെ അവൻ മരിക്കൂല. 1000 സ്വലാത്ത് ചൊല്ലുന്ന ഒരാള് മരിക്കുന്നതിന്റെ മുമ്പ് സ്വർഗത്തിൽ അല്ലാഹു തആല റിസർവ് ചെയ്ത് വെച്ച സീറ്റ് കാണിച്ചു കൊടുക്കും. നമുക്ക് കാണേണ്ടതും ആ ഒരു സ്ഥാനമല്ലേ? അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ലാ തദ ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായാൽ എനിക്ക് സ്വലാത്തു ചൊല്ലാൻ നിങ്ങളൊരു നിലക്കും ഉപേക്ഷിക്കരുത്. എന്റെ മേൽ 1000 പ്രാവശ്യം സ്വലാത്തു ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദിൻ നബിയിൽ ഉമ്മി. ആ ഒരു സ്വലാത്ത് പ്രത്യേകം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത് കാണാം. അതുകൊണ്ട് അന്നത്തെ ദിവസം സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം രോഗസന്ദർശനത്തിന്, ജനാസ സംസ്കരണത്തിന്, അതുപോലെ തന്നെ നിക്കാഹിൽ പങ്കെടുക്കുന്നതിന് എല്ലാറ്റിനും വലിയ പുണ്യമുണ്ട്. അതൊക്കെ ഹദീസുകളിൽ, വ്യത്യസ്ത ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യം കൽപ്പിച്ച ദിവസം, പുണ്യം കൽപ്പിച്ച ഈ ദിവസത്തിലെ ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. ആ മനുഷ്യന്റെ ജീവിതം നന്നാകാൻ, പിൽക്കാലത്തെ ജീവിതം നന്നാകാൻ അതൊരു കാരണമാണ്. മൻ അസ്ബഹ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം രോഗിയെ സന്ദർശിച്ചവൻ, മിസ്കീന് ഭക്ഷണം കൊടുത്തവൻ, ജനാസയുടെ പിന്നാലെ പോയവൻ, ലം യത്ബഉഹു ദംബുൻ 40 സന, 40 കൊല്ലം ഒരു ദോഷവും അവനെ പിന്തുടരുകയില്ല. വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും ദ്വാരക്കാനും ദിക്റ് ചൊല്ലാനും ധാരാളം ദിക്റുകളും ദ്വാകളും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ചൊല്ലേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും ചൊല്ലാത്ത ആളുകൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലെങ്കിലും ചൊല്ലണം. കാരണം അത് 7 പ്രാവശ്യം വെള്ളിയാഴ്ച രാവിൽ ചൊല്ലിയാൽ ഫമാത ഫീ തിൽക്കൽ ലൈല,
ആ രാത്രിയിലാണ് അള്ളാഹു മരണം കണക്കാക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വബ്നു അമതിക വഫീ ഖബ്ലതിക വനാസിയതി ബിയദിക അംസൈതു അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ബിനിഅമതിക വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ചെറിയ മാറ്റങ്ങളൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണും, അത് സാരമില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ വന്ന ഇസ്തിഗ്ഫാർ വെള്ളിയാഴ്ച രാത്രി 7 പ്രാവശ്യം ചൊല്ലിയാൽ, വെള്ളിയാഴ്ച പകലിൽ 7 പ്രാവശ്യം ചൊല്ലിയാൽ വലിയ പുണ്യമുണ്ട്. ആ ദിവസം മരിക്കാനും ആ ദിവസം മരിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്രവേശനം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഉള്ള ഈ ദിക്റുകളൊക്കെ. അതുകൊണ്ട് നമ്മളും അത് പതിവാക്കണം. അങ്ങാടിയിൽ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാത്തവരൊക്കെ ജുമുഅക്ക് ശേഷം പോകണം. അത്യാവശ്യ കാര്യം ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അബ്ദുല്ലാഹി ബിൻ ബുസ്ർ റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമുഅ നിസ്കരിച്ചാലാണ് അങ്ങാടിയിലേക്ക് പോകുക. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ദിക്റോ കഴിഞ്ഞ് അങ്ങാടിയിലേക്ക് പോകും. അങ്ങാടിയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു വരും. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല എന്താ വെള്ളിയാഴ്ച മാത്രം ഈ ഒരു ടൈം? ആ സമയത്ത് ആ മഹാൻ പറഞ്ഞു, റഅയ്തു സയ്യിദൽ മുർസലീന യഫ്അലുഹു. സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം തൊട്ട് താഴെ പറയുന്നത് അങ്ങനെയാണ്, ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം നിർവഹിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള കച്ചവടം അതിന് ബർക്കത്ത് കൂടുതലാണ്. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സിയാറത്ത്, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള വിൽപ്പന, എന്തെങ്കിലുമൊക്കെ വാങ്ങാനും മറ്റൊക്കെ പോകാണ്ടെങ്കിൽ ബദരീങ്ങളാണ്ടാണ് രാവിലെ തന്നെ പോയി ഒരു പോത്ത് ഉറപ്പിക്കേണ്ട, ഉച്ചന്റെ ശേഷം പോവാം. വെള്ളിയാഴ്ച രാവിലെ യാത്ര ചോദിക്കുന്ന ആളുകൾക്ക് പലരും യാത്രയപ്പ് കൊടുത്തിട്ടില്ല. ജുമുഅ നഷ്ടപ്പെടും എന്ന് കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. വെള്ളിയാഴ്ച യാത്ര പോവുകയാണെങ്കിലും ജുമുഅക്ക് ശേഷമാണ് നല്ലത്. ജുമുഅ കിട്ടുമെന്ന് കണ്ടാൽ രാവിലെ പോകുന്നതിന് വിരോധമൊന്നുമില്ല. അല്ല ജുമുഅ കിട്ടുകയില്ല എന്നാണ് കാണുന്നതെങ്കിൽ, അതൊന്നും അറിയില്ല എന്നാണെങ്കിൽ ജുമുഅ നിസ്കാരം നിർവഹിച്ചിട്ടേ പോകാവൂ. അല്ലാഹു തആല പറഞ്ഞതും അങ്ങനെയാണ്, ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു, നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ഫന്തശിറൂ ഫിൽ അർളി, പിന്നെ ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുക, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് തേടുക. അറാഖ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പതിവ്, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ ഗേറ്റിൽ വാതിൽക്കൽ നിൽക്കും. എന്നിട്ട് ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയും, അല്ലാഹുവേ ഇന്നി അജബ്തു ദഅവതക, നീ വിളിച്ചപ്പോൾ ഇന്ന് പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട്. വസല്ലൈതു ഫരീളതക, നീ നിർബന്ധമാക്കിയ ജുമുഅ നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. വന്തശർതു കമാ അമർതനി, എന്നോട് കൽപ്പിച്ചതുപോലെ ഇതാ ഞാൻ പള്ളി വിട്ടിറങ്ങുന്നു. എന്റെ മൈശത്തിലേക്ക് ഞാൻ ഇതാ ആരംഭം കുറിക്കുന്നു. ഫർസുഖ്നി മിൻ ഫദ്ലിക വഅൻത ഖൈറുർ റാസിഖീൻ, നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ എനിക്ക് നൽകണം. നീ നല്ലവണ്ണം ഔദാര്യം ചെയ്യുന്നവനാണ്. വിൽക്കാനും വാങ്ങാനും ജുമുഅക്ക് ശേഷമാണ് നല്ലത്. പൂർവികരായ മഹത്തുക്കൾ പറഞ്ഞു, മൻ ബാഅ വഷ്തറാ ഫീ യൗമിൽ ജുമുഅത്തി ബഅദ സ്വലാഹ്, ഒരു സ്ഥലം കച്ചവടം ചെയ്യാനുണ്ടെങ്കിൽ ജുമുഅക്ക് ശേഷം ചെയ്തോളൂ. ബാറക്കല്ലാഹു ലഹു 70 മറ, 70 തവണ അല്ലാഹുവിന് ബർക്കത്ത് ഏറ്റിക്കൊടുക്കും ജുമുഅക്ക് ശേഷമായ. നിക്കാഹ് വെള്ളിയാഴ്ച രാവിലെയാ നല്ലത്, കടിയില്ലെങ്കിൽ ജുമുഅക്ക് ശേഷമാണ് നല്ലത്. നിക്കാഹിൽ വെള്ളിയാഴ്ചന്റെ നിക്കാഹിൽ സംബന്ധിക്കുന്നത് മറ്റു നിക്കാഹിൽ സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുണ്ട്. അപ്പൊ അങ്ങാടിയിൽ പോകുന്നതും ആ സൂറത്തിൽ പറഞ്ഞു, ഫൈദാ ഖുളിയത്തിസ് സ്വലാ
ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. വെള്ളിയാഴ്ച അങ്ങനെ പോയി പതുക്കെ അതിലും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അവിടെ ജുമാന്റെ മുമ്പ് ശേഷം പറ്റും. അവിടെ തന്നെ വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് തേടുക എന്ന് പറഞ്ഞിടത്ത് മഹാന്മാര് പറഞ്ഞു, വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം, ജുമാക്ക് മുമ്പാകുമ്പോ ജുമാന്റെ കാര്യങ്ങൾ ശുഗലാണല്ലോ, ജുമാക്ക് ശേഷം ഇൽമിന്റെ പഠനം, ദർസ് നടത്തൽ, കച്ചവടം, ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ചില മഹാന്മാര് പറഞ്ഞു, ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുന്യാവൊന്നുമല്ല, ആഖിറത്തിലേക്കുള്ള ആവശ്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് നിർവഹിക്കാനാണ് ആ സമയം ഉപയോഗിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് തേടുക, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അപ്പൊ അല്ലാഹു തആല മഹത്വപ്പെടുത്തിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക ജുമുഅ നിസ്കാരം കഴിഞ്ഞ ശേഷം. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ശേഷം നിങ്ങൾ നോക്ക്, ജുമുഅ നിസ്കാരം കഴിഞ്ഞാലും അള്ളാഹുവിനെ മറക്കരുത്. വദ്കുറുല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളം ദിക്ർ ചൊല്ലുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി ധാരാളം ദിക്ർ ചൊല്ലുക. മഹാന്മാര് പറഞ്ഞു, ജുമുഅ നിസ്കാരം കഴിഞ്ഞ് അങ്ങാടിയിലെത്തുന്ന ഒരു മനുഷ്യൻ, ആ അങ്ങാടിയിലെത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലിയാൽ 1000 ഹസനത്ത് അല്ലാഹുവിന് എഴുതപ്പെടുന്നു, 1000 സയ്യിഅത്തുകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. വെള്ളിയാഴ്ച ദിവസത്തെ സിയാറത്ത്, വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും 2 രൂപത്തിലും സിയാറത്ത് ആകാം. മൻ സാറ ഖബ്റ അബവൈഹി ഔ അഹദഹുമാ ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയിലും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ ഗുഫിറ ലഹു, സിയാറത്ത് ചെയ്തവന് മഗ്ഫിറത്ത് നൽകപ്പെടും. വകുതിബ ബർറൻ, ബാപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്തവനായി അവനെ എഴുതപ്പെടും, രേഖപ്പെടുത്തപ്പെടും. വെള്ളിയാഴ്ചന്റെ അന്ന് നമ്മുടെ അമലുകളൊക്കെ കുടുംബക്കാർക്ക് വെളിവാക്കപ്പെടുന്ന ദിവസമാണ്. ഓരോ വെള്ളിയാഴ്ചയും മകൻ ചെയ്ത അമലുകൾ ബാപ്പക്ക് വല്യുപ്പക്ക്, അതുപോലെ തന്നെ ചെറിയ മക്കൾക്കടക്കം ബാപ്പാന്റെ കുടുംബക്കാരുടെ അമലുകൾ വെളിവാക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വതുറദു അലൽ അംബിയാഇ വഅലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, അംബിയാക്കൾക്കും മാതാപിതാക്കൾക്കും അമലുകൾ വെളിവാക്കപ്പെടുന്ന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചന്റെ അന്നാണ്. ഫയഫ്റഹൂന ബിഹസനാതിഹിം, ആ മാതാപിതാക്കൾ ഇവരുടെ നന്മകൾ കണ്ട് സന്തോഷിക്കും. വതസ്ദാദു വുജൂഹുഹും ബയാലൻ വഇശ്റാഖാ, മാതാപിതാക്കളുടെ മുഖങ്ങൾ, ശരീരങ്ങൾ പ്രകാശിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ചന്റെ അന്ന് അമലുകൾ വെളിവാക്കപ്പെടുമ്പോൾ സ്വീകരിക്കാത്ത അമലുകളും ഉണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, ഇന്ന അമാല ബനി ആദമ തഅർദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ, മനുഷ്യന്മാരുടെ അമലുകൾ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചന്റെ അന്ന് രാത്രി അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് വെളിവാക്കപ്പെടുമ്പോൾ ഫലാ യഖ്ബലു അമല ഖാത്തി റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം അവന്റെ അമലിന് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ ബാപ്പ ഉമ്മമാർക്ക് നമ്മുടെ അമലുകൾ വെളിവാക്കപ്പെടുമ്പോൾ അവർക്ക് സന്തോഷം വേണം, അവർക്കതുകൊണ്ട് വലിയ സന്തോഷമുണ്ടാകണം. അന്നത്തെ ദിവസം, അന്നത്തെ പകലും അന്നത്തെ രാവും, ഈ രാവാണല്ലോ വെള്ളിയാഴ്ച രാവ്, ഇതിനോട് തുടർന്ന് വരുന്ന പകല്, അത് രണ്ടും പരിഗണിക്കണം. ദിക്റുകൾ ചൊല്ലി ദുആകൾ അധികരിപ്പിച്ചുകൊണ്ട് രാവിലോ പകലിലോ മരണം കിട്ടിയാൽ അല്ലാഹു തആല നരകത്തിന്റെ പൂട്ട് തുറക്കാത്ത ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസം അല്ലെങ്കിൽ അതിന്റെ രാത്രി മരിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് ഖബർ ജീവിതം എളുപ്പമാണ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു കാവൽ കൊടുക്കുന്നു. ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, അയാളുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ചെറിയൊരു അടയാളമാണത്.
കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അത് പുറത്തു കൊടുത്തേക്കും. അല്ലാതെ നല്ല മരണം അങ്ങനെ സാധ്യമാകൂല. മാമിൻ മുസ്ലിമിൻ ഔ മുസ്ലിമത്തിൻ യമൂതു ലൈലത്തൽ ജുമുഅ ഔ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്ന ഏതൊരു മുസ്ലിമായ ആണും പെണ്ണും ഇല്ലാ വുഖിയ അദാബൽ ഖബർ വഫിത്നത്തുൽ ഖബർ, ഖബറിലെ അദാബ്, ഖബറിന്റെ ഫിത്ന രണ്ടും വളരെ ഗൗരവമേറിയതാണ്. അതിന് അല്ലാഹു തആല അവർക്ക് കാവൽ കൊടുക്കും. വലഖിയല്ലാഹ ലാ ഹിസാബ അലൈഹി, നല്ല നിലക്ക് പിരിഞ്ഞവരാണെങ്കിൽ വിചാരണയില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടും. റബ്ബ് തആലയെ കാണാൻ അവർക്ക് അവസരം കിട്ടും. സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച രാവും പകലും അങ്ങനെ വലിയ മഹത്വങ്ങളെ കൊണ്ട് നിറഞ്ഞ ദിവസമാണ്. ഇരിക്കട്ടെ, തൊട്ടു താഴെ അള്ളാഹു പറയുന്നത് വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ. നബിയെ, ജുമുഅക്ക് വന്ന ആളുകൾ അവർ വല്ല കച്ചവടത്തിന്റെ ലാഭവും കണ്ടാൽ, അല്ലെങ്കിൽ ഔ ലഹ്വൻ വല്ല കളിയും വിനോദവും കണ്ടാൽ, ഇൻഫല്ലൂ ഇലൈഹാ അവരതിലേക്ക് ശ്രദ്ധ മാറ്റിപ്പോകും, തിരിഞ്ഞുപോകും. വതറകൂക ഖായിമാ, തങ്ങളെ ഒറ്റക്കങ്ങനെ അവർ നിർത്തിപ്പോകും. ഈ ആയത്തിറങ്ങാനുള്ള കാരണം മദീനയിൽ വളരെ വലിയ ക്ഷാമമുണ്ടായ സമയത്ത്, വരൾച്ചയുണ്ടായ സമയത്ത് ദിഹിയത്തുൽ കൽബി വലിയ കച്ചവട ചരക്കുമായി വന്നു. അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പാണ്. കച്ചവട ചരക്കിന്റെ കൂടെ നല്ല മദ്ദളവും കൊട്ടും കൊരവയും വലിയ ശബ്ദകോശമുണ്ടായപ്പോൾ പള്ളിയിലുള്ള ആളുകൾ ഏതെങ്കിലും കച്ചവട വസ്തു കിട്ടിയാൽ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന ലക്ഷ്യത്തിലാണ് ഇരിക്കുന്നത്. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കച്ചവട ചരക്കുകൾ ഇങ്ങനെ പോകുന്നു. അത് കണ്ടപ്പോ പള്ളിയിൽ നിന്ന് പലരും എഴുന്നേറ്റുപോയി. ഇല്ലസ്നാ അശറ റജുലൻ, ഒരു റിപ്പോർട്ടിൽ കാണാം 12 ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആ 12ൽ 10 പേരും അൽ അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട 10 ആളുകളും അവിടെ ഉണ്ട്. വെറുതെ കൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷം കിട്ടിയതല്ല, നല്ല സ്വബർ വേണമെന്ന് മനസ്സിലായില്ലേ. 1-ാം നമ്പർ കാശ് കൊടുത്ത് മറ്റാരോ വാങ്ങിപ്പോകുന്നതിന് മുമ്പ് ചരക്ക് വാങ്ങി വീട്ടിലെത്തിക്കുക, അതിനായി ഓടിപ്പോകുന്നത്. വരൾച്ചയാണ്, ക്ഷാമാണ്. ഇവിടൊന്നും എവിടെ അന്വേഷിച്ചിട്ടും അരി കിട്ടുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ അരി എത്തും. താമരശ്ശേരിയിൽ നിന്ന് വന്നാൽ എത്ര ആളുകൾ ഉണ്ടാകും അവിടെ? ആളുകൾ പോകും, സ്വാഭാവികമാണ്. കാരണം ജീവിക്കാനത് വേണമല്ലോ. ബുദ്ധിമുട്ടി വരൾച്ച സഹിച്ചു നിൽക്കാൻ കച്ചവടല്ലേ ഏത് വന്നാലും ശരി, ജുമുഅ കഴിയാതെ എഴുന്നേൽക്കൂല എന്നുള്ള തീരുമാനത്തിലാണ് ആ 12 ആളുകൾ. അവരെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടി സലാമത്ത് കിട്ടി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ തതാബഅതും, നിങ്ങളും എണീറ്റ് പോയിരുന്നെങ്കിൽ, നിങ്ങൾ 12 ആളോട് ഇരുന്നല്ലോ, നിങ്ങളും എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ ലം യബ്ഖ ഹത്താ ലം യബ്ഖ മിൻകും അഹദ്, ഒരാളും ബാക്കിയില്ലാതെ ഞാൻ മാത്രം ഖുതുബ ഓതിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ലസാല ബികുമുൽ വാദീ നാറൻ, ആ കാണുന്ന ചെരു വലിയ അഗ്നികുണ്ഡമായിട്ട് അങ്ങോട്ട് മാറും. നിങ്ങൾ നേരെ ഡയറക്റ്റ് പിന്നെ പോകുന്നത് നരകത്തിലേക്കായിരിക്കും. കാരണം ഇവിടെ നടക്കുന്നത് ഖുതുബയും ജുമുഅയുമാണ്. ആളുകൾ ഇത്ര ധൃതിപ്പെട്ടാണ് പോകുന്നതെങ്കിലും ഈ 12 ആളുകളുടെ ഒരു സംരക്ഷണം കൊണ്ട്, ഒരു ഭാഗ്യം കൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അല്ലാഹു തആല സലാമത്ത് നൽകി. വതറകൂക ഖായിമാ, തങ്ങൾ ഇങ്ങനെ നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഖുതുബ ഓതേണ്ട നിന്നിട്ടാണ്. വതറകൂക ഖായിമെന്നല്ലേ പറഞ്ഞ്, നിന്നുകൊണ്ട് തങ്ങൾ അവരുപേക്ഷിക്കും. പക്ഷേ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇനിയും ഇതുപോലെ ഘട്ടങ്ങൾ വന്നേക്കും. ഇതാദ്യത്തെ ഒരു അവസരമായിട്ട് അവർ കണ്ടതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തതാണ്. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഗ്വി വമിനത് തിജാറ, എത്ര ലാഭം കിട്ടുമെന്ന് കണ്ടാലും ജുമുഅ മുടക്കിൽ ഏർപ്പാടിലേക്കും പോകരുത്. എത്ര വലിയ ജനങ്ങളിൽ വലിയ സന്തോഷം ഉളവാക്കുന്ന ലഹ്വ് വിനോദമാണെങ്കിലും പോയേക്കരുത്. മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഗ്വി വമിനത് തിജാറ, അല്ലാഹുവിന്റെ പക്കലുള്ളത് എല്ലാ കച്ചവടത്തെക്കാളും
എല്ലാ വിനോദങ്ങളെക്കാളും ഉത്തമമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തിരുന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ ഇരിക്കണം. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹുവാണല്ലോ ഏറ്റവും നല്ല രൂപത്തിൽ നൽകുന്നവൻ, നല്ലത് നൽകുന്നവൻ അല്ലാഹു തആലയാണ്. സുബ്ഹാനല്ലാഹ്. ആ നല്ലത് നൽകാൻ വേണ്ടി ജുമുഅ നിസ്കാരത്തിന് സബ്ർ ചെയ്ത് കൂടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമുഅക്ക് വരുന്ന ആളുകളെ പറ്റി മലക്കുകളോട് ചോദിക്കുന്ന ആ ദിവസം നമുക്കും വലിയ സന്തോഷമുണ്ടാകണം. ആഖിറത്തിൽ ജുമുഅക്ക് വന്ന ആളുകൾ വളരെയധികം വലിയ പ്രകാശത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നടക്കുമ്പോ നമുക്കും അതിൽ സന്തോഷമുണ്ടാകണം.